മലപ്പുറം കാളികാവിൽ കടുവയ്ക്കായി തെരച്ചിൽ തുടർന്നു. സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. രാവിലെ 6 മണിക്കുള്ള ദൃശ്യമാണ് ലഭിച്ചത്. കടുവ മാതാരിക്കുണ്ട് മുകൾ ഭാഗത്തേക്ക് നീങ്ങിയതായാണ് ദൌത്യ സംഘത്തിന്റെ വിലയിരുത്തൽ. CV അനുമോദ് ചേർന്നു. അനുമോദ്, ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഈ തിരച്ചിൽ കടക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു പ്രതിസന്ധിയിൽ കൂടിയാണോ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്? അപർണ, ദൗത്യസംഘം ഇന്ന് 7ാം ദിവസമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗഫൂർ കൊല്ലപ്പെട്ടത്. ഇന്നേക്ക് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഈ ദൗത്യസംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതുവരെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ വൈകുന്നേരം നാട്ടുകാരുടെ സഹായത്തോടെ കടുവയെ ഒരു മേഖലയിൽ കാണുകയും പിന്നീട് ദൗത്യസംഘം അവിടേക്ക് എത്തിച്ചേരുകയും പക്ഷേ അവിടെ വലിയ ദുഷ്കരമായ ഭൗതിക സാഹചര്യങ്ങൾ, ഭൂപ്രകൃതി അതീവ ദുഷ്കരമായ അവസ്ഥയായിരുന്നു. ചെങ്കുത്തായ മലനിരകളും അതുപോലെ കുറ്റിക്കാടുകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ദൗത്യസംഘത്തിന് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല വൈകുന്നേരം 4 മണിയോടെയാണ് വിവരം ലഭിക്കുന്നത്. ഇരുട്ട് വീണതോടെ ദൗത്യം അസാധ്യമാവുന്ന ഒരു സാഹചര്യവും വന്നു. അങ്ങനെയാണ് ഇന്നലെ ആ മേഖലയിൽ ദൗത്യം നിർത്തിവെക്കുന്നത്. തുടർന്ന് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ഒരു മേഖലകളിൽ കടുവയുടെ സഞ്ചാരപഥം ഏകദേശം ധാരണയായ സാഹചര്യത്തിൽ ആ ഒരു മേഖലകളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ക്യാമറകൾ വെച്ച് നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇന്നലെ വെച്ച ഒരു ക്യാമറയിലാണ് കടുവയുടെ ഇന്ന് രാവിലെ 6 മണിയുടെ പകർത്തിയ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കടുവ ഏകദേശം ആ ഒരു മേഖലയിലുണ്ട് എന്ന ദൗത്യസംഘത്തിന് വ്യക്തമായ സാഹചര്യത്തിൽ അവിടേക്ക് കൂടുതൽ വ്യാപകമായി തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദാരിക്കുണ്ട് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ആ തെരച്ചിൽ നടക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളും ഉപയോഗിച്ചും ഒക്കെയാണ് ആ തെരച്ചിൽ. ഇന്ന് വൈകുന്നേരത്തോടെ ഈ ഒരു സാഹചര്യത്തിൽ ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള മേഖലയിലേക്ക് കടുവ പോയിട്ടില്ല എങ്കിൽ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ദൗത്യസംഘത്തിന് ഉള്ളത്. കാലാവസ്ഥ, മഴ ഇടയ്ക്ക് പെയ്യുന്നതും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ആ ഒരു മേഖലയിൽ കനത്ത മഴ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ദിവസങ്ങളായിട്ടാണ് ഉള്ളത്. അത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ദൗത്യത്തിന് തടസ്സമാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കടുവയെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞത് ദൗത്യത്തില് ഏറെ മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് സംഘത്തിനുള്ളത്. അനുമോദ്, ഈ കുങ്കി ആനകളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ദൗത്യം കൂടി ഇതിനകത്ത് നടന്നിരുന്നു. പക്ഷെ അതിനിടയിൽ കുഞ്ചു എന്ന ആന പാപ്പാനെ എടുത്തെറിഞ്ഞിട്ടുണ്ടായ വിഷയങ്ങൾ, കുങ്കി ആനകളൊക്കെ പരിപൂർണമായിട്ട് അവിടെ നിന്ന് നീക്കുമോ, അതോ അതുകൂടി ഒരുമിപ്പിച്ചുകൊണ്ടാണോ ഇപ്പോഴും തെരച്ചിലൊക്കെ നടക്കുന്നത്? അപർണ, കുങ്കിയാനകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയല്ല ഈ ഒരു കരുവാരകുണ്ട് ഈ വനമേഖലയ്ക്ക് ഉള്ളത്. വയനാട്ടിൽ നിന്നും വ്യത്യസ്തമായി ചെങ്കുത്തായ മലനിരകളും കുത്തനെയുള്ള ഭൂപ്രകൃതിയും ഒക്കെയാണ്. അതുപോലെ തന്നെ വേറെ കുറ്റിക്കാടും പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ കുങ്കിയാനകളെ കൊണ്ടുപോയി ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം തീർക്കുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. നേരത്തെ കുഞ്ചു പാപ്പാൻ ചന്തുവിനെ എടുത്തെറിഞ്ഞത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കോന്നി സുരേന്ദ്രൻ മറ്റൊരു കുങ്കിയാന അവിടെ ഉണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ കുങ്കിയാനകൾ ഇറക്കേണ്ട സമയമാകുമ്പോൾ കോന്നി സുരേന്ദ്രനെ ദൗത്യത്തിനായിട്ട് ഉപയോഗിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഭൂപ്രകൃതി കുങ്കിയാനകളെ കൊണ്ടുപോകുന്നതിനും തടസ്സമാകുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ശരി, CV അനുമോദ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് 6 മണിക്കുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കടുവയുടെ ദൃശ്യം. അതനുസരിച്ച് ദൗത്യം തുടരുന്നു എന്നുള്ള വിവരമാണ്. ഇതിനിടെ മലപ്പുറം പെരിന്തൽമണ്ണ വണ്ണാറമലയിൽ വീണ്ടും പുലിയെയും കണ്ടു. പുലി റോഡ് മുറിച്ചു കടക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ വനം വകുപ്പ് ഓഫീസിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. വനം വകുപ്പിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക.